ലെബനനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് പുതിയ രാഷ്ട്രീയ പ്രസ്താവനകൾ വീണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. ലെബനനിൽ ഇനി കൂടുതൽ ബോംബാക്രമണം നടത്തരുതെന്ന് അമേരിക്ക ഇസ്രായേലിനെ വിലക്കിയതായി അദ്ദേഹം വ്യക്തമാക്കി. ഈ പ്രസ്താവന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് പുറത്തുവന്നത്. ഇസ്രായേൽ ഇനി ലെബനനിൽ ബോംബാക്രമണം നടത്തില്ല, ചെയ്തത് മതിയാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വാക്കുകൾ വളരെ നേരിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ പലരും അതിനെ ശ്രദ്ധയോടെ നോക്കുകയാണ്. ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ പ്രതികരണം ഉടൻ വന്നില്ല. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് ഇതുവരെ ഇതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. എന്നാൽ നെതന്യാഹു മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ്. തെക്കൻ ലെബനനിൽ നിന്ന് വരുന്ന റോക്കറ്റ് ഭീഷണികളെ നേരിടാൻ ഇസ്രായേൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഭീഷണി തുടരുക അനുസരിച്ച് ഇസ്രായേൽ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ നിലപാട്. നെതന്യാഹു പറഞ്ഞതുപോലെ റോക്കറ്റുകളോ ഡ്രോണുകളോ ഉപയോഗിച്ച് ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കായി ഇസ്രായേലിന് ചില പദ്ധതികളുണ്ട്. എന്നാൽ അവയെക്കുറിച്ച് വിശദമായി പറയാൻ അദ്ദേഹം തയ്യാറല്ല. ഇത് അവരുടെ സൈനിക തന്ത്രത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. പൊതുവിൽ എല്ലാം വെളിപ്പെടുത്താതെ ആവശ്യമായപ്പോൾ മാത്രം നടപടി സ്വീകരിക്കാനുള്ള രീതിയാണ് അവർ പിന്തുടരുന്നത്. ഇതിനിടെ ലെബനനും ഇസ്രായേലും തമ്മിലുള്ള അടുത്ത കാല സംഘർഷം വളരെ ഗുരുതരമായിരുന്നു. മാർച്ച് 2 ഹിസബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചതോടെ സംഘർഷം ശക്തമായി. തുടർന്ന് ഇരു വിഭാഗങ്ങളും പരസ്പരം ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളിൽ ഏകദേശം 2000 പേർ കൊല്ലപ്പെട്ടതായി ലെബനീസ് അധികൃതർ അറിയിച്ചു. ഈ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ പിന്തുണയോടെ വെടിനിർത്തൽ കരാർ ഉണ്ടായി. ഒടുവിൽ വ്യാഴാഴ്ച രാത്രിയോടെ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ഈ തീരുമാനം പ്രദേശത്ത് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്ന ഒന്നാണ്. എന്നാൽ ഇത് എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാന കാര്യം ഇറാന്റെ പങ്കാണ്. പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയതുപോലെ ലെബനനിലെ സമാധാന ചർച്ചകളുമായി ഇറാനും ബന്ധമില്ല. അതായത് ഈ പ്രശ്നം ലെബനനും ഇസ്രായേലും തമ്മിലുള്ളതാണെന്നാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇറാനും ഈ മേഖലയും രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള രാജ്യമാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നതായി പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ്. ഹോർമൂസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിൽ ഒന്നാണ്. ഇതുവഴി വലിയ തോതിൽ എണ്ണയും മറ്റു വാണിജ്യ ചരക്കുകളും കടന്നുപോകുന്നു. ഈ കടലിടുക്ക് അടഞ്ഞാൽ ആഗോള വ്യാപാരത്തെയും സാമ്പത്തികത്തെയും അത് ബാധിക്കും. ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതുപോലെ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഈ കടലൊടുക്ക് തുറന്നു തന്നെ തുടരും. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം ഈ കടലൊടുക്ക് അടയുന്നതിനെ കുറിച്ചുള്ള ഭയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം പ്രസിഡന്റ് ട്രംപ് മറ്റൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു പുതിയ കരാർ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഈ കരാറിന്റെ ഭൂരിഭാഗം കാര്യങ്ങളും ഇതിനകം ചർച്ച ചെയ്തു കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ കരാറിൽ ലെബനന്റെ പ്രശ്നം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടൊപ്പം ഇറാനിൽ നിന്ന് ആണവ വസ്തുക്കൾ ലഭിക്കുമെങ്കിലും പണം നൽകില്ല എന്നും ട്രംപ് പറഞ്ഞു. ഇത് ഏറെ വിവാദമായ ഒരു കാര്യമാണ്. കാരണം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ലോകം ഏറെക്കാലമായി ആശങ്കപ്പെടുത്തുകയാണ്. 2015 ഉണ്ടായ ഒരു ആണവ കരാർ ഇതിനകം ഉണ്ടായിരുന്നു. എന്നാൽ 2018 അമേരിക്ക അതിൽ നിന്ന് പിന്മാറി. ഇറാനെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക എന്നതാണ് അതിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാന്റെ ആണവ പദ്ധതികൾ ലോകത്തിലെ വലിയ ശക്തികൾക്ക് ഒരു ആശങ്കയാണ്. അവർ ആണവായുധങ്ങൾ നേടുമോ എന്നതാണ് പ്രധാന ചോദ്യം. അതുകൊണ്ട് തന്നെ അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. ലെബനനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും താല്പര്യങ്ങളും ഇവിടെ ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ നിലവിലുള്ള വെടിനിർത്തൽ ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നു. സാധാരണ ജനങ്ങൾക്കാണ് യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആയതിനാൽ സമാധാനം നിലനിൽക്കുന്നത് എല്ലാവർക്കും ആവശ്യമാണ്. അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നത് ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ലോകം ഈ സംഭവ വികാസങ്ങളെ ശ്രദ്ധയോടെ നോക്കിക്കാണുകയാണ്. നേതാക്കളുടെ തീരുമാനങ്ങളും രാജ്യങ്ങളുടെ നിലപാടുകളും ഈ പ്രശ്നത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.